പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം നമ്മളെ ഓർക്കുന്നില്ലേ, നമ്മുടെ കഷ്ടതയിൽ ദൈവം നമ്മുടെ അടുത്തില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം നമ്മളെ മറന്നു പോയോ? ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എൻ്റെ കഷ്ടത ദൈവം കാണുന്നില്ലേ എന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ടോ ദൈവത്തോട്? അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിൽ ഒരു വട്ടം പോലും ചിന്ത വന്നിട്ടുണ്ടോ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഒരു വിഷമങ്ങളും നമ്മുടെ ഒരു കഷ്ടതകളും ഒരു പ്രയാസങ്ങളും നമ്മുടെ ദൈവം കാണാതെ ഇരിക്കുകയില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ കഷ്ടതയിൽ നമ്മളോടൊപ്പം കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ നടത്തുന്ന ദൈവമാണ്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളൊന്നും നമ്മുടെ കർത്താവ് കാണാതെ പോകുന്നില്ല. ബൈബിളിൽ പറയുന്നുണ്ട്, നമ്മുടെ കണ്ണുനീര് അവൻ്റെ തുരുത്തിയിൽ നിറച്ചു വെച്ച് അതിന് പ്രതിഫലം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നുകൂടി നിങ്ങളെ വചനത്തിൽ ഓർപ്പിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് തിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിലെത്തുന്നു. അവിടെ പുരുഷാരം യേശുവിനെ തിക്കിത്തിരക്കി യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. യേശു സംസാരിക്കുന്ന കേൾക്കുവാൻ, അവൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ, അവൻ്റെ ഉപമകൾ കേൾക്കുവാൻ, അവൻ പറയുന്നത് കേൾക്കുവാനായിട്ട് എല്ലാ ജനങ്ങളും വരികയാണ്. അങ്ങനെ യേശു അവിടെ എത്തിയപ്പോൾ യേശു അവിടെ 2 പടക് കാണുകയാണ് ചെയ്യുന്നത്. 2 പടക് അവിടെ കണ്ടു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടിട്ട് മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിന് എങ്ങനെ അറിയാം അത് ഷീമോൻ്റെ പടകാണ്? അവിടെ 2 പടകാണുള്ളത്. പക്ഷേ അവിടെ ഷീമോൻ്റേതായ ഉള്ള പടകിൽ യേശു ക്രിസ്തു അത് അല്പം കരയിൽ നിന്നൊന്ന് നീക്കണം എന്ന് അവരോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന് അത് മനസ്സിലായി, അത് ഷീമോൻ്റെ പടകാണ്. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, അന്ന് ഷീമോനാണ് യേശു ക്രിസ്തുവിനെ ആവശ്യം. അവൻ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. അവൻ പകൽ മുഴുവനും കഷ്ടപ്പെട്ടു. അവൻ മീൻപിടുത്തക്കാരനാണ്. പകൽ മുഴുവനും കഷ്ടപ്പെട്ടു, അവനൊന്നും കിട്ടിയില്ല. അവൻ വിഷമിച്ച് വളരെ സങ്കടത്തോടിരിക്കുകയാണ്. അപ്പോഴാണ് യേശു ക്രിസ്തു അവിടെ എത്തുന്നത്. ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ ഷീമോൻ്റേതായ പടകിലേക്ക് യേശു ക്രിസ്തു കയറിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അതിൽ കയറിയിരുന്ന് യേശു ജനങ്ങളോട് സംസാരിച്ചതിന് ശേഷം അവൻ ഷീമോനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിനെന്ന് പറഞ്ഞു. ഷീമോൻ കർത്താവിനോട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, ഒരു പരിഭവവും പറഞ്ഞില്ല. പക്ഷേ ജനങ്ങളോട് സംസാരിച്ചതിന് ശേഷം യേശു ഷീമോനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവാൻ പറയാണ്. അതിന് ഈ ഷീമോൻ ഉടനെ പറയാണ്, നാഥാ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ വളരെ 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 വിഷമത്തോടിരിക്കുകയാണ്. എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അപ്പോൾ യേശു അവിടെ പറഞ്ഞ വാക്കിനെ ഷീമോൻ മാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടാകപ്പെട്ട് വല കീറാറായി. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കണം, നമ്മളുടെ ഈ കഷ്ടപ്പാടുകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മൾ ഈ ഓടുന്ന ഓട്ടങ്ങൾ എല്ലാം കർത്താവിൻ്റെ നിയമപ്രകാരം, കർത്താവിൻ്റെ ഹിതപ്രകാരമാണോ? നമ്മൾ ഈ വല വീശുന്നതും എല്ലാം ദൈവഹിതപ്രകാരമാണോ, ദൈവവാക്യൻ പ്രകാരമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവനൊന്നും കിട്ടിയില്ല. എങ്കിലും അവൻ്റെ വിഷമം അവൻ പറയാതെ തന്നെ യേശു അവിടെ മനസ്സിലാക്കി അവൻ്റെ അടുത്തേക്ക് തന്നെ കടന്നു വരുന്നു. അവൻ ക്ഷണിച്ചില്ല, അവൻ്റെ പടകിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞില്ല. പക്ഷേ യേശുവിനറിയാം, അന്ന് രാത്രിയിൽ ഷീമോനാണ് യേശുവിനെ ആവശ്യമെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. ആരും വിഷമിക്കേണ്ട, നമ്മുടെ കർത്താവിൻ്റെ പക്കൽ പരിഹാരമുണ്ട് സകലത്തിനും. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ കർത്താവിൻ്റെ വാക്കിനാണോ വലയിറക്കുന്നത്?
നമ്മുടെ കർത്താവിൻ്റെ വാക്കിനാണോ നമ്മൾ വില കൽപ്പിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇരിക്കുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ, അവൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ അവർക്കൊരു പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റു പടകിലുള്ളവർ കൂടി അവിടെ വന്ന് അവനെ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ വന്നു പടക് 2 മുങ്ങുമാറുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവിടെ ഒരു സമർപ്പണമാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ് ശീമോൻ ചെയ്യുന്നത്. അതായത് അവൻ്റെ അധ്വാനത്തിന് ഒരു ഫലം അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അവൻ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് അവൻ അവിടെ ഒരു അത്ഭുതം കാണുകയാണ് ചെയ്തത്. അവൻ്റെ പ്രത്യാശ, അവൻ്റെ എല്ലാ ആശകളും അറ്റുപോയ ഒരു നിമിഷത്തിലാണ് കർത്താവ് അവൻ്റെ പടകിലേക്ക് കയറി വരുന്നത്. അവന് പ്രതീക്ഷകളൊന്നുമില്ല. ഇനി എങ്ങനെ ജീവിക്കുന്നത്, എങ്ങനെയാണ്, അവനൊന്നുമില്ലാതിരിക്കുന്ന സമയത്താണ് യേശുവിൻ്റെ വാക്കിന് അവൻ വലയിറക്കുന്നത്. അവന് പെരുത്ത ഒരു മീൻകൂട്ടം കിട്ടുന്നത്. അതോടുകൂടി അവൻ കർത്താവിൻ്റെ കാൽക്കൽ വീണു. ഒരു സമർപ്പണമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അതായത് അവനൊരു മാനസാന്തരം അവിടെ കാണുന്നു. അങ്ങനെ അവൻ്റെ അനുസരണം, ഒന്നാമതായിട്ട് അവൻ അനുസരിക്കുന്നു, കർത്താവിൻ്റെ വാക്കിന് അവൻ വലയിറക്കുന്നു. രണ്ടാമത് അവൻ സമർപ്പിക്കുന്നു, കർത്താവിൻ്റെ കാൽക്കലേക്ക് വീഴുന്നു. മൂന്നാമത് അവന് മാനസാന്തരപ്പെടുന്നു. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ തെറ്റുകളെ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു മാനസാന്തര സമർപ്പണമാണ് ആ കാൽക്കൽ വീഴുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നെ വിട്ടു പോകണമേ എന്നാണ് അപേക്ഷിക്കുന്നത്. അവർക്കുണ്ടായ മീൻപിടുത്തത്തിലും അവനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. എല്ലാവരും ഭയപ്പെട്ടു പോയി. എന്നിട്ട് ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ, സെബദി മക്കളോ എല്ലാവരും കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും അവിടെ ഒരു സംഭ്രമം, ഒരു പരിഭ്രമമാണ് ഉണ്ടായത്. ആ ശീമോൻ കർത്താവിൻ്റെ കാൽക്കൽ വീണ് ഒരു മാനസാന്തരത്തോടെ, ഒരു സമർപ്പണത്തോടെ അവിടെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശു ശീമോനോട് പറയുന്നു, ഭയപ്പെടേണ്ട. അവിടെ ഒരു കമാൻഡാണ്. നീ ഭയപ്പെടേണ്ട. കർത്താവ് റിക്വസ്റ്റ് ഒന്നുമല്ല ചെയ്തത്, ഭയപ്പെടേണ്ട എന്നൊരു കമാൻഡിനോടുകൂടി പറയണം. നീ ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. അവിടെ ഒരു വാഗ്ദത്തമാണ് ദൈവം നൽകുന്നത്. ഫ്യൂച്ചർ പ്രോമിസ് കർത്താവ് നൽകുകയാണ് അവിടെ ശീമോനോട്. ഇന്നു മുതൽ നീ മീൻ പിടിക്കുന്നവനല്ല, നീ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിക്കുന്നതായിട്ടാണ് അതിൻ്റെ 11-ാം വാക്യത്തിൽ കാണുന്നത്. യേശു ശിമോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല, കർത്താവ് നിന്റെ കൂടെയുണ്ടല്ലോ. ഞാൻ ഇന്നു മുതൽ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാണ് ആക്കുന്നത്. അതായത് കർത്താവിൻ്റെ സുവിശേഷം, കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട്, ആത്മാക്കളെ നേടാനായിട്ട്, മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുവാനായിട്ടാണ് ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും അവർ സകലതും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിനെ നമ്മൾ അനുസരിക്കുന്നവരാണോ? കർത്താവിന് മുന്നിൽ ഒരു സമർപ്പണത്തോടു കൂടിയാണോ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്? കർത്താവിൻ്റെ വാക്കിനാണോ നമ്മൾ ഈ ഓടുന്ന ഓട്ടം മുഴുവനും? ഈ കഷ്ടപ്പാടും ദുരിതവും, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ പിതാവേ, എനിക്ക് നഷ്ടങ്ങളാണല്ലോ, എനിക്ക് ഭാരങ്ങളാണല്ലോ, പ്രയാസങ്ങളാണല്ലോ, കർത്താവേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. നിന്റെ പടകിലേക്ക് കടന്നു വരുന്ന കർത്താവുണ്ട് നമ്മുടെ കൂടെ. നിന്റെ പടകിലേക്ക് മാത്രം കടന്നു വരുവാൻ കർത്താവ് നിന്നെ കാണുന്നുണ്ട്, കടന്നു വരും. നിന്റെ പടകിലും കയറി വന്ന കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നത് നീ അത് ചെയ്യണം. നീ അനുസരണമുള്ള ഭാവത്തോടെ, കർത്താവ് പറയുന്ന സമയത്ത് വലയിറക്കുവാൻ ആ അനുസരണ ഭാവത്തോടു കൂടി നിൽക്കുന്നുവെങ്കിൽ ദൈവം വലിയൊരു പെരുത്ത ഒരു മീൻകൂട്ടത്തെ പിടിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ അത്ഭുതങ്ങൾ കണ്ട് സകലതും നേടി എന്നുള്ള രീതിയിൽ ഇരിക്കുവല്ല വേണ്ടത്. സമർപ്പണത്തോടെ, മാനസാന്തരത്തോടെ, അയ്യോ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കർത്താവ് നമ്മളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, സുവിശേഷ ഘോഷണത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതോടുകൂടി സകലവും ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശീമോനെയും കൂട്ടരെയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അതെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്.
നമ്മൾ സകലത് ഉപേക്ഷിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. കർത്താവ് എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്? അനുസരണത്തോടെ, സമർപ്പണത്തോടെ, മാനസാന്തരത്തോടെ കർത്താവിനെ അനുഗമിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.